أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوة المؤمنون أوصيكم بتقوى الله. أعوذ بالله من الشيطان الرجيم. الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم فالصالحات قانتات حافظات للغيب بما حفظ الله واللاتي تخافون نشوزهن فعظوهن وهجروهن في المضاجع واضربوهن فإن طعنكم فلا تبغوا عليهن سبيلا إن الله كان عليا كبيرا. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ 4-ാമത്തെ അധ്യായം 34-ാമത്തെ ആയത്താണ് ഞാൻ ഓതി കേൾപ്പിച്ചത്. നമ്മുടെ കുടുംബ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരായത്താണ് ഈ 34-ാമത്തെ ആയത്ത്. യുക്തിവാദികളുടെയും ഇസ്ലാമിക വിമർശകരുടെയും ഒക്കെ വിമർശനങ്ങൾക്ക് കാരണമായ അല്ലെങ്കിൽ വിമർശിക്കുന്ന ഒരായത്ത് കൂടിയാണിത്. അള്ളാഹു പറയുന്നത് റിജാലു ഖവ്വാമൂന അലൻ നിസാഇ, പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ അധിപന്മാരാണ്, കാര്യകർത്താക്കളാണ്. അതിന് രണ്ട് കാര്യം അല്ലാഹു പറയുന്നുണ്ട്. ഒന്ന്, ബിമാ ഫല്ലലല്ലാഹു ബഅദഹും അലാ ബഅദ്, രണ്ടു കൂട്ടരും തമ്മിൽ ബയോളജിക്കലി വ്യത്യാസമുണ്ട് എന്നതാണ്. രണ്ടാമത്തെ കാര്യം വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം, കുടുംബജീവിതത്തിൽ ആണും പെണ്ണുമായി വിവാഹം കഴിഞ്ഞ് ജീവിക്കുമ്പോൾ ധനം ചെലവഴിക്കേണ്ട ഉത്തരവാദിത്വം പുരുഷനാണ് എന്നതുകൊണ്ടുമാണ്. അവർ പുരുഷന്റെ കാര്യമാണല്ലോ പറഞ്ഞത്. അർരിജാലു ഖവ്വാമൂൻ അലൻ നിസാ, സ്ത്രീകളെ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് പുരുഷന്മാർ, കൈകാര്യ കർത്തൃത്വമുള്ള ആളുകളാണ്. ഇതാണ് പലപ്പോഴും വിമർശിക്കപ്പെടാറുള്ളത്. ഒരു പുരുഷാധിപത്യം, ചില വനിതകളൊക്കെ പുരുഷാധിപത്യം ഞങ്ങൾ സമ്മതിക്കൂല, ഞങ്ങൾക്ക് നീതി വേണം എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യങ്ങളും, അതുപോലെ സമത്വവാദികളായിട്ടുള്ള പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. പലപ്പോഴും ഈ ആയത്തിനെ യഥാർത്ഥത്തിൽ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഖുർആൻ നന്നായി പഠിക്കാത്തത് കൊണ്ടാണ്. കുടുംബജീവിതം ഇസ്ലാമികമായ കാഴ്ചപ്പാടിൽ ഒരു പുരുഷ മേധാവിത്വത്തിലല്ല, സ്ത്രീയും പുരുഷനും ഒന്നിച്ച് പോകുമ്പോഴാണ് ഒരു കുടുംബം മുന്നോട്ട് പോകുന്നത്. ഒരു വാഹനത്തിന്റെ രണ്ട് ചക്രങ്ങളെ പോലെ. പക്ഷെ ഒരാൾ ഡ്രൈവ് ചെയ്യാതെ വണ്ടി നീങ്ങൂല, രണ്ടാളും കൂടി ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. നിയന്ത്രണം പുരുഷന്റെ അടുത്താണ് എന്നതേ പറഞ്ഞത് അർത്ഥമുള്ളൂ. അത് പലപ്പോഴും മനസ്സിലാക്കൂല. അത് ചില പുരുഷന്മാരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. സമൂഹം ഇസ്ലാമിൽ ഉണ്ടാകുന്ന മുസ്ലിങ്ങൾ ഇസ്ലാമികമായ നീതി പ്രകാരം ജീവിക്കുന്നത് കാണാതിരിക്കുമ്പോൾ അതിൽ നിന്നും വായിച്ചെടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ യുക്തിവാദികളും ഇസ്ലാമിക വിമർശകരൊക്കെ. അപ്പൊ കോടതികളിലും മറ്റുമൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ അത് പുരുഷ മേധാവിത്വത്തിന്റെ പ്രശ്നമാണോ എന്നവർ തെറ്റിദ്ധരിക്കുന്നു. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമ്മളത് പഠിക്കുക എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ പരിഹാരം. സത്യസന്ധമായി അവരെ പഠിപ്പിച്ചു കൊടുക്കുക എന്നതുമാണ് ഇവിടെ പറഞ്ഞതിന് അർത്ഥമുള്ളത്. ഒരു കുടുംബത്തിന്റെ നായകൻ അത് പുരുഷനായിരിക്കണം എന്നതേ ഉള്ളൂ. റിജാലു ഖവ്വാമൂൻ അലൻ നിസാ, പുരുഷന്മാര് സ്ത്രീകളുടെ കൈകാര്യകർത്താക്കളാണ്. ഒരു വാഹനത്തിന് ഒരു ഡ്രൈവർ ഉള്ളതുപോലെ, വിമാനത്തിന് പൈലറ്റ് ഉള്ളതുപോലെ, കപ്പലിന് കപ്പിത്താൻ ഉള്ളതുപോലെ
ഒരു സംഘടനക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടാകുന്നത് പോലെ, അതുപോലത്തെ അല്ലെങ്കിൽ അതിനൊരു ഒരു കമ്പനിക്ക് ഒരു ഡയറക്ടർ ഉണ്ടാകുന്നത് പോലെ, രാജ്യത്തിന് ഒരു മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിയോ ഉണ്ടാകുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു പ്രസിഡന്റ് ഉണ്ടാകുന്നത് പോലുള്ള ഒരു കാഴ്ചപ്പാട് മാത്രം. പക്ഷെ പലപ്പോഴും ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി അത് അംഗീകരിക്കുകയില്ല എന്നതാണ്. എന്നാ പരിശുദ്ധ ഖുർആൻ ഒരു പുരുഷനെ പറ്റി പറയുന്നുണ്ട്, സ്ത്രീകളുടെ ബാധ്യത കൃത്യമായി നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം 100% പുരുഷനുണ്ട് എന്നതാണ്. നമുക്കറിയാം, സാധാരണ പറയാറുണ്ട്, ബന്ധങ്ങളുടെ ഒക്കെ കാരണം ഒരു സ്ത്രീയും പുരുഷനാണ് എന്ന് പറഞ്ഞാൽ വിവാഹമാണ്. വേർപ്പെടുത്താൻ കഴിയാത്ത മുഴുവൻ ബന്ധങ്ങളുടെയും അടിത്തറ വിവാഹബന്ധമാണ്. മകനുള്ള ബന്ധം വേർപ്പെടുത്താൻ കഴിയില്ല, മക്കളും ഉമ്മയും വാപ്പയും തമ്മിലുള്ള ബന്ധം വേർപ്പെടുത്താൻ കഴിയില്ല. പക്ഷെ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എപ്പോൾ വേണമെങ്കിലും വേർപ്പെടുത്താൻ കഴിയും. നോക്കൂ, യഥാർത്ഥത്തിൽ ബന്ധങ്ങളുടെ അടിത്തറ ഭാര്യയും ഭർത്താവുമാണ്. അവര് തമ്മിലുള്ള ബന്ധം ഏത് നിമിഷവും വേർപ്പെടുത്താം. പക്ഷെ കുഞ്ഞുങ്ങളുണ്ടായാൽ, വാപ്പയായാൽ, ഉമ്മയായാൽ ആ ബന്ധങ്ങളെ ഒന്നും വേർപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് ത്വലാഖ് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. ഇസ്ലാം മാത്രമല്ല, എല്ലാ മതത്തിലും ഉണ്ട്, പല മതത്തിലും അതുണ്ട്. എന്തുകൊണ്ട് അനുവദിച്ചു? ചിലപ്പോൾ അനിവാര്യമായ ഘട്ടത്തിൽ ത്വലാഖ് ആവശ്യമാണ്. ആ ത്വലാഖിലൂടെ, അത് നമുക്ക് ത്വലാഖ് നന്നായി പഠിക്കേണ്ടതുണ്ട്. ത്വലാഖിലൂടെ സ്ത്രീ പുരുഷ ബന്ധം വേർപ്പെടുത്തപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ വാപ്പുണ്ടായതും ഉമ്മുണ്ടായതും മകനുണ്ടായതും മകളുണ്ടായതും കുടുംബമുണ്ടായതും ഒക്കെ ഈ ബന്ധത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ഒരു സ്ത്രീ പുരുഷ ബന്ധം, വിവാഹ ബന്ധം വേർപ്പെടാതിരിക്കാനുള്ള എല്ലാ സൂക്ഷ്മതയും ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളിൽ അധികമായ നിർദ്ദേശങ്ങളും വന്നത് പുരുഷനോടാണ്. നോക്കൂ, ഒരൊറ്റ ആയത്തിൽ അത് മനസ്സിലാവും. ഖുർആൻ പറയാം, വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്. സ്ത്രീകൾക്കുണ്ട് മിസ്ലുല്ലദി അലൈഹിന്ന, അവർക്കുള്ളതുപോലെ ഒരു അവകാശം. ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് തന്റെ ഭർത്താവിനോട് എന്തെല്ലാം അവകാശങ്ങളുണ്ടോ അതേപോലെ തന്നെ പുരുഷനിൽ നിന്നും ഒരു സ്ത്രീക്ക് അവകാശങ്ങൾ ലഭിക്കേണ്ടതുണ്ട് എന്നർത്ഥം. അതാണ് ഖുർആൻ പറഞ്ഞത്, വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്. നല്ല കാര്യങ്ങൾ, എല്ലാ കാര്യത്തിലും എന്തൊക്കെ ഒരു പുരുഷന് സ്ത്രീക്ക് ചെയ്തു കൊടുക്കേണ്ടതോ, അല്ലെ എന്തൊക്കെ ഒരു സ്ത്രീ പുരുഷന് ചെയ്യേണ്ടതുണ്ടോ അതെല്ലാം പുരുഷൻ തിരിച്ച് സ്ത്രീക്കും ചെയ്യണമെന്നാണ്. അത് സ്ത്രീയുടെ അവകാശമാണ്. ആരിൽ നിന്ന് കിട്ടണം? പുരുഷനിൽ നിന്ന് കിട്ടേണ്ട അവകാശമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ എന്റെ ഭാര്യയ്ക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങും. പുതിയാപ്പള പോകും പോലെ കുളിച്ച് വൃത്തിയായി സുഗന്ധം പൂശി ഡ്രസ്സൊക്കെ ചെയ്തിട്ടാണ് അദ്ദേഹം കടന്നുറങ്ങാൻ പോവുക. എന്തിനാ അങ്ങനെയൊക്കെ ഒരു ഒരുക്കം? അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഈ ആയത്ത് ഓതിയത്, വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്. നമ്മുടെ സ്ത്രീകൾ നമുക്ക് വേണ്ടി എത്രത്തോളം ഭംഗിയിലും വൃത്തിയിലും പ്രത്യക്ഷപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ തന്നെ ഞാൻ അവൾക്ക് വേണ്ടിയും ഭംഗിയും വൃത്തിയും അണിഞ്ഞൊരുങ്ങലും ഒക്കെ ആവശ്യമാണ്. അല്ലാതെ കടക്കാൻ പോകുമ്പോ ഒരു കള്ളിത്തുണി, ഒരു തോർത്തുണ്ടും, ഒരു വിയർപ്പ് നാറ്റും, ഒരു ബീഡിയുടെ നാറ്റും കൂടി ആയാൽ പിന്നെ പൂർണ്ണമായി. അങ്ങനെയല്ല കടന്നുറങ്ങാൻ പോകുന്നത്. പല ബന്ധങ്ങളും അങ്ങനെ തകരുന്നുണ്ട്. അപ്പോ കൃത്യമായി അത് ഭാര്യയുടെ അവകാശമാണ്. ചില പെണ്ണുങ്ങൾ മുണ്ടൂലെന്ന് മാത്രം. അത് അല്ലാഹ് പറയാം, പുരുഷനോട് പറയാം, അത് പുരുഷൻ അങ്ങനെ ചെയ്യണം. അപ്പൊ ചെറിയ കാര്യം വരെ ഒരുപാട് വലിയ വലിയ ഉത്തരവാദിത്തം ഏൽപ്പിച്ചതിന്റെ പുറമെയാണ് ചെറിയ കാര്യം. ഞാൻ പറഞ്ഞത് ഏറ്റവും നല്ല മുഫസ്സിറാണല്ലോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഈ ആയത്തിൽ വ്യാഖ്യാനിച്ചതാണ്. എന്നിട്ട് പറഞ്ഞു, വലിർരിജാലി അലൈഹിന്ന ദറജ. പുരുഷന് അവരുടെ മേൽ ഒരു ആധിപത്യമുണ്ട്, ഒരു ദറജയുണ്ട്, ഒരു മേൽക്കോയ്മയുണ്ട്. ഇത് ഖുർആൻ മാത്രം പറഞ്ഞതല്ല. നിങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലൊക്കെ നോക്കി,
ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാരിൽ ഇന്നേ വന്നിട്ടുള്ളത് ഒരൊറ്റ സ്ത്രീ മാത്രമേ വന്നിട്ടുള്ളൂ, ഇന്ദിരാഗാന്ധി. ഇന്ത്യൻ പ്രസിഡന്റുമാരില് സ്ത്രീകൾ വന്നത് ഇപ്പോഴുള്ള പ്രസിഡന്റ് ഉൾപ്പെടെ രണ്ടേ രണ്ടാളാണ്. അതിനു മുമ്പ് പ്രതിഭാ പാട്ടീൽ വന്നിട്ടുണ്ട്, ഇപ്പോ നമ്മുടെ ദ്രൗപദി മുർമു. കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ഇന്നേ വരെ ഒരു മുഖ്യമന്ത്രി പെണ്ണായിട്ട് വന്നിട്ടില്ല. എന്തേ? പുരുഷ മേൽക്കോയ്മ തന്നെയാണ്. നമ്മളറിയാത്ത ഒരു മേൽക്കോയ്മ ഈ ബഡായി പറയുന്ന ആളുകൾക്കൊക്കെ ഉണ്ട്. സംവരണം പോലും വരുന്നില്ല. നോക്കിയപ്പോ 2010 നിയമസഭയിൽ ഒരു ബില്ല് വന്നതാ. നിയമസഭയിൽ സ്ത്രീ പ്രാതിനിധ്യം 33% എന്ന് പറഞ്ഞിട്ട് 2010 ഒരു ബില്ല് കൊണ്ടുവന്നത് പെൻഡിംഗ് ആണെന്നാണ് ഇന്നത്തെ റിപ്പോർട്ട്. പെൻഡിംഗ് ആണ്. ആലോചിച്ചു. ഇന്ന് പത്രം കാര്യമായിട്ട് എഴുതിയത് അമേരിക്കയിൽ പ്രസിഡന്റായ നമ്മുടെ ഇന്ത്യ വംശജായ പെണ്ണ് തോറ്റു എന്നാണ്, തോൽവി സമ്മതിച്ചു എന്നാണ് ഒന്നാമത്തെ വാർത്ത. ഇന്ത്യൻ 29 സ്റ്റേറ്റുള്ള ഇന്ത്യ രാജ്യത്ത് ആകെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നത് 7 സ്ത്രീകളാണ്. അള്ളാഹ് പറഞ്ഞു വെറുതെ വലി റിജാലി അലൈഹിന്ന ദറജ. ഒരു പുരുഷ മേൽക്കോയ്മ അത് നിർത്താൻ കഴിയില്ല, അത് പ്രകൃതിയാണ്. 7 അതെന്നെ പ്രതിപക്ഷം പലതും ആരോപിച്ചത് ഡമ്മികളായിരുന്നു എന്നാണ്. ഞാൻ പറയണ്ടല്ലോ. അപ്പൊ എല്ലായിടത്തും ഉണ്ട്. മുഖ്യമന്ത്രി പദത്തിലേക്ക് ഒരു പെണ്ണ് വരട്ടെ എന്നുള്ള ഒരു ചർച്ച പോലും നടന്നിട്ടില്ല എന്നുള്ളതാണ് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആരോ ഇപ്രാവശ്യം വരുമെന്ന് വിചാരിച്ചു, പക്ഷെ അതും വന്നില്ല. രാഷ്ട്രീയം പറയല്ല. ഈ ഇസ്ലാം സ്ത്രീകൾ അങ്ങോട്ടാക്കുന്നു ഇങ്ങോട്ടാക്കുന്നു, പുരുഷന്മാർ അങ്ങനെ, ഖുർആൻ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഖുർആനിനെ അധിക്ഷേപിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് ഇത് കാണാതെ പോകുന്നു എന്നുള്ളത് മാത്രമാണ്. ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടി മാത്രം സൂചിപ്പിച്ചതാണ്. അതിന് അള്ളാഹ് പറഞ്ഞൊരു കാരണം, കൃത്യമായ കാരണം. എത്ര പറഞ്ഞാലും മാനസികമായിട്ട് അതുപോലെ തന്നെ നൈസർഗികമായിട്ട് പ്രകൃതിപരമായിട്ട് ഒരു പുരുഷ മേൽക്കോയ്മയുണ്ട്. ജെൻഡർ ന്യൂട്രൽ അല്ല. അതിന് അള്ളാഹ് പറഞ്ഞ കാരണം ബിമാ ഫല്ലല്ലാഹു ബഅദഹും അലാ ബഅദ്. സ്ത്രീകൾ എന്നും സ്ത്രീകൾ തന്നെയാണ്. പുരുഷന്മാര്. ബസ്സിന്റെ ഡ്രൈവർ, എത്ര ബസ് നമ്മുടെ നാട്ടിൽ ഓടുന്നുണ്ട്. ഒരു പെണ്ണ് വണ്ടി ഓടിച്ചാൽ വലിയ വാർത്തയാണ്. എല്ലാതും അങ്ങനെ തന്നെ. എല്ലാം അങ്ങനെ തന്നെ. വിമാനം ഓടിക്കുന്നത്, കപ്പൽ ഓടിക്കുന്നത് ഒക്കെ പെണ്ണായ വലിയ വാർത്തയാണ്. ഇതിനൊക്കെ ഒരു പറയാൻ അതാ അള്ളാഹ് പറഞ്ഞത്. അള്ളാഹ് അങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ആണ് തന്നെയാണ്, പെണ്ണ് തന്നെയാണ്. ഏതെങ്കിലും ഒരു പെണ്ണിന് ചിലപ്പം വലിയ ആണിനേക്കാളും വലിയ കഴിവും ശേഷിയൊക്കെ ഉണ്ടായിക്കൂടാ, ഇല്ല, അതിനെ നിഷേധിക്കുന്നില്ല. അതുകൊണ്ടാണ് പ്രകൃതിപരമായിട്ട് പുരുഷന്മാർക്ക് ആധിപത്യത്തിന്റെ കുടുംബം നിയന്ത്രിക്കേണ്ടത് പുരുഷനാണ്. പുരുഷൻ നിയന്ത്രിക്കാത്ത കുടുംബത്തിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവും. നാടൻ ഭാഷയിൽ പറഞ്ഞ ഉമ്മരപ്പടി വലുതാണ് എന്ന് പറയും. അത് ഇബ്രാഹിമിന്റെ പിന്നെ ഒരു കഥയാണ്, പിന്നെ പറഞ്ഞിട്ടുണ്ട്. ഉമ്മരപ്പടി വലുതാണ് എന്ന് പറയും പെണ്ണ് കാണാൻ പോയിട്ട്, അല്ലെങ്കിൽ അന്വേഷണം പോയിട്ട് എന്ന് പറഞ്ഞാൽ അവിടെ പെൺ മേൽക്കോയ്മയാണ്. അവിടെ നടക്ക് കുട്ടിയെ കെട്ടിക്കാൻ പറ്റൂല എന്ന് പഴയ കാലത്ത് നാടന്മാർക്ക് അറിയാം. അള്ളാഹ് പറയാ അർരിജാലു ഖവ്വാമൂന അലൻ നിസാ. അതുകൊണ്ട് തന്നെ പുരുഷൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. പുരുഷനാണ് സ്ത്രീക്ക് വേണ്ടി അധ്വാനിച്ച് ജോലി ചെയ്ത് തിന്നാൻ കൊടുക്കേണ്ടതും നോക്കേണ്ടതും ഉത്തരവാദിത്വം ഒക്കെ പുരുഷനാണ്. സ്ത്രീ ജോലിക്ക് പോകാൻ പറ്റുമോ? ഒരു ചർച്ച പണ്ഡിതന്മാർക്കിടയിലുണ്ട്. അതിന് തെളിവ് പറയുന്നത് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ 2 പെണ്ണുങ്ങൾ വള്ളം കോരാൻ വന്നിട്ട് മൂസാ നബിനെ കണ്ട് വള്ളം കോരി കൊടുത്ത സംഭവം പറയുന്നു. അതില് ആ മൂസാ നബിയുടെ ആ പെൺകുട്ടികളെ പറ്റി പറയുന്നുണ്ട്. അവർക്ക് അന്ന് ജോലി, വാപ്പാക്ക് ജോലി ചെയ്യാൻ പോകാത്തതുകൊണ്ട് പെൺകുട്ടികൾ ജോലിക്കിറങ്ങിയെന്നാണ്. പിന്നെ മൂസാ നബിനെ ജോലിക്ക് കിട്ടിയപ്പോ പിന്നെ അവർ പോയിട്ടില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതെന്നൊരു ഇജ്തിഹാദ് ഉണ്ട് പണ്ഡിതന്മാർ ചെയ്തു വെച്ചിട്ടുള്ളത്. ഒരു പുരുഷന്റെ അധ്വാനം കൊണ്ട് നന്നായിട്ടൊരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ പിന്നെ പെണ്ണുങ്ങൾ ജോലിക്ക് പോകേണ്ടതില്ല. പെണ്ണും ആണും കൂടി ജോലിക്ക് പോകുന്ന പല കുടുംബങ്ങളും വലിയ തകർച്ചയിലാണ്. സംഗതി ഒരു സ്കൂട്ടറും 2 കൂടി കെട്ടിപ്പിടിച്ച് പോണൊക്കെ കാണും, പക്ഷേ കുടുംബം വലിയ തകർച്ചയിലായിരിക്കും. ഇവന് നേരത്തിന് ഭക്ഷണം കിട്ടൂല, മറ്റുള്ളവർക്ക് ഉണ്ടാക്കാൻ ഇപ്പം പേപ്പർ വായിച്ചുകൊണ്ടിരിക്കും, മറ്റുള്ള ഇതൊക്കെ ചെയ്തിട്ട് പിന്നെ വീട്ടിലെ പണി ചെയ്യണം. ഞാൻ മോശമെന്നല്ല പറയണത്,
പെണ്ണ് ജോലിക്ക് പോയിട്ട് വേണം, അപ്പോഴേ കുടുംബം മുന്നോട്ട് പോകുമെങ്കിൽ പോകാം, ഇസ്ലാമിന് വിരോധമില്ല. പക്ഷെ മാന്യമായ വസ്ത്രം ധരിക്കണം, നിയമങ്ങൾ പാലിക്കണം. ഇസ്ലാം സ്ത്രീയുടെ ജോലി വിലക്കിയിട്ടൊന്നുമില്ല, ആരും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു പുരുഷന്റെ അധ്വാനം കൊണ്ട് ഒരു വീട് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ അവിടെ പെണ്ണുങ്ങള് വെറുതെ ഇറങ്ങിപ്പോകേണ്ട ആവശ്യമില്ല. പുരുഷന്റെ ഉത്തരവാദിത്തമാണ്. വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. പുരുഷനാണ് സ്ത്രീക്ക്, കുട്ടികൾക്ക്, കുടുംബത്തില് ചെലവിന് കൊടുക്കേണ്ടത്. പുരുഷൻ അധ്വാനിക്കാൻ പോകണം, എന്നിട്ട് സ്ത്രീക്ക് ചെലവിന് കൊടുക്കണം. കഴിവില്ല, തികണില്ല, ഒരാളെ ശമ്പളം കൊണ്ട് തികണില്ല. ഇല്ലെങ്കിൽ ഒരാളെ രോഗം പിടിച്ചു, അയാൾക്ക് ജോലിക്ക് പോകാൻ വയ്യ ഭർത്താവിന്, എങ്കിൽ ഭാര്യ പോകണം. അതിലൊരു പ്രശ്നമില്ല. അപ്പൊ അതുകൊണ്ട് അല്ലാഹു തആല പറയാ, പുരുഷന്റെ മേധാവിത്വം അവിടെയുള്ളൂ. രണ്ട് കാര്യമാണ്. അപ്പോഴാണ് പുരുഷൻ എന്തായി വരുന്നത്? പുരുഷൻ ആ കുടുംബത്തിന്റെ ഒരു നായകനായി വരുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആൻ ഒരുപാട് സ്ഥലത്ത്, ഹദീസിൽ ഒരുപാട് സ്ഥലത്ത് ഈ ഒരു ബന്ധം തകരാതിരിക്കാൻ, ഈ ഒരു മേൽക്കോയ്മ ചൂഷണം ചെയ്യപ്പെടാതിരിക്കാൻ പുരുഷനോട് ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു പറയാ, വഅശിറുഹുന്ന ബിൽ മഅറൂഫ്. നിങ്ങൾ നല്ല നിലക്ക് സ്ത്രീകളോട് പെരുമാറണം. ഖുർആന്റെ കൽപ്പനയാണ്. നല്ല നിലക്കായിരിക്കണം സ്ത്രീകളോട് പെരുമാറുന്നത്. സ്ത്രീ ആയതുകൊണ്ട് നിങ്ങൾക്ക് വെറുപ്പുണ്ടാക്കുന്ന പലതും കണ്ടേക്കാം. കാരണം സ്ത്രീകളുടെ സ്വഭാവം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നഹുന്ന ഖുലിഖന മിൻ ലലഅൻ. അവർ വാരിയല്ല് കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഒന്നുകിൽ ആദം നബിയിൽ നിന്ന് വാരിയല്ലുകൊണ്ട് ഹവ്വായെ സൃഷ്ടിച്ചു എന്ന് ബൈബിളൊക്കെ പറഞ്ഞ പോലുള്ള ആ വിശ്വാസമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ആലങ്കാരിക പ്രയോഗമായിരിക്കാം. എന്തായിരുന്നാലും ഒരു വളവുണ്ട്. വാരിയല്ലിന്റെ ഏറ്റവും വളവുള്ളത് ഏറ്റവും മേലുള്ള വാരിയല്ലാണ്. അതുകൊണ്ട് നീ അത് നീർത്താൻ പോണ്ട, നിനക്ക് അങ്ങനെ അവളുമായി അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. ഹദീസിൽ പഠിപ്പിക്കണം. സ്ത്രീയുമായി എല്ലാ സ്വഭാവവും നേരാക്കിയിട്ട് ഉള്ള കൂടെ പോകുള്ള നടക്കണ കാര്യമല്ല, ഒരിക്കലും നടക്കൂല. എത്ര കൗൺസിലിംഗ് നടക്കൂല, കാരണം വളവുണ്ട്. നിർത്താൻ പോണ്ട. ആ വളവ് നിർത്താൻ നീ മെനക്കെട്ടാൽ നീ അതിനെ പൊട്ടിച്ചു കളയും. വളഞ്ഞൊരു കാര്യം നിർത്തമിനെ പൊട്ടുക ചെയ്യാം. എല്ല് നിർത്താൻ ശ്രമിച്ച പൊട്ടും. ആ എല്ല് പൊട്ടുക എന്ന് പറഞ്ഞാൽ തൊലാഖിലേക്ക് എത്തും, ബന്ധം മുറിയും. അതുകൊണ്ട് ആ വളവോടെ കിടക്കട്ടെ. എന്തെങ്കിലുമൊക്കെ വെറുപ്പ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടാൽ അതിലേറെ നല്ല ഗുണങ്ങളുണ്ടാവും. നല്ല കാര്യം ചിന്തിക്കുക. അതാണല്ലോ സൈക്കോളജി. മോശമായ കാര്യങ്ങൾ ഭാര്യമാരിൽ നിന്ന് അനുഭവപ്പെടുന്നുവെങ്കിൽ ചിലപ്പോൾ അവൾ ചെയ്ത നല്ല കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് തൃപ്തിപ്പെട്ട് സന്തോഷത്തോടുകൂടെ നല്ല നിലക്ക് അവളുമായി കഴിഞ്ഞു പോകണം. ഖുർആനിന്റെ നസ്സ, ഖുർആൻ പറഞ്ഞതാ, വഅശിറുഹുന്ന ബിൽ മഅറൂഫ്. നല്ല നിലക്ക് നിങ്ങൾ അവരുമായി സഹകരിച്ച് മുന്നോട്ട് പോകണം. തൊലാഖിനെ പറ്റിയിട്ടോ ബന്ധം വേർപ്പെടുന്നതിനെ പറ്റിയോ ആലോചിക്കാൻ പാടില്ല. ഹദീസിൽ പറഞ്ഞു, അലാ വസ്തൗസു ബിൻ നിസാഇ ഖൈറാ. നിങ്ങൾ സ്ത്രീകളോട് നല്ല നിലക്ക് പെരുമാറണം. ഖിയാറുക്കും ഖിയാറുക്കും ലിഅഹ്ലിഹി. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറുന്നവനാകുന്നു. അത് വെറുതെ പറഞ്ഞതല്ല, റസൂലുള്ളാഹി പറയാ, വഅന ഖിയാറുക്കും ലിഅഹ്ലി. ഞാനാണ് എന്റെ ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവൻ. അത് നബി ബടായി പറഞ്ഞതല്ല. നമുക്കൊക്കെ പ്രസംഗിക്കുമ്പോൾ പലതും പറയാം. നമുക്കൊക്കെ മീറ്റിംഗ് കൂടുമ്പോഴും പ്രസംഗിക്കുമ്പോഴും അങ്ങാടിയിൽ നിന്നിട്ടും ടൂർ പോകുമ്പോഴൊക്കെ നമുക്ക് പലതും പറയാം. നിങ്ങൾക്കറിയോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ പറ്റിയിട്ട് സ്വന്തം ഭാര്യ ആയിഷ ബീവിയോട് ചോദിച്ചറിയാൻ വേണ്ടി പോവുകയാണ്. ആയിഷ ബീവി ഒരു സംശയമില്ലാതെ പറഞ്ഞു, കാന ഖുലുഖുഹു അൽ ഖുർആൻ. എന്റെ ഭർത്താവിന്റെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആനായിരുന്നു എന്ന് പറഞ്ഞാൽ ഖുർആൻ പറഞ്ഞ എല്ലാ സ്വഭാവങ്ങളും ഉണ്ടായിരുന്നു. ഖുർആനാണ് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ആദ്യമായി അല്ലാഹു റസൂലിന് കൊടുത്തത്. വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. സൂറത്ത് നൂൻ വൽ ഖലം ഓതുമ്പോൾ കാണാം,
വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. നബിയെ, നിങ്ങൾ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ്. ഇന്നൊരു ജോലിക്ക് വേണമെങ്കിൽ വേണം, PSC കിട്ടണമെങ്കിൽ വേണം, കമ്പനി കിട്ടണമെങ്കിൽ വേണം. അതൊക്കെ വല്ല പിന്നെ അഫിഡവിറ്റ് നമ്മൾ വാങ്ങിക്കലാണ്. ചില ജഡ്ജിമാർക്കും പോയിട്ട് സ്വഭാവ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കലാണ്. നമ്മുടെ സ്വഭാവം അറിയില്ല, മൂപ്പർക്ക് അറിയില്ല, നമുക്കും അറിയില്ല. അതല്ല, അള്ളാന്റെ ഖുർആനിൽ അല്ലാഹു തആല നബിയെ പറ്റി പറഞ്ഞ സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു എന്ന് സ്വന്തം ഭാര്യ അംഗീകരിക്കുന്നു. നമ്മളൊക്കെ ഭാര്യമാരത്തൊക്കെ ഓരോരുത്തരും വിടി നമ്മളെ സ്വഭാവം അന്വേഷിക്കാൻ പറഞ്ഞിട്ട് എന്നങ്ങനെ മുഖ്യ മുറലാണ്. പള്ളിക്കൽക്ക് പോകലൊക്കെ ഉണ്ട്, മലയാളത്തിലെ കുത്തുബെന്നെ കേക്കല്, അതൊന്നും വീട്ടിൽ കാണുന്നില്ല എന്നർത്ഥം. നാട്ടുകാരുടെ മുമ്പിൽ ഇവനേക്കാൾ നല്ല മനുഷ്യൻ ഉണ്ടാവില്ല. ഓന്റെ വയലും ഓന്റെ പ്രസംഗവും ഓന്റെ കമ്മിറ്റിയും ഓന്റെ പ്രസിഡന്റും സെക്രട്ടറി സ്ഥാനം ഓന്റെ മന്ത്രി ഇതൊക്കെ ഇങ്ങനെ കേട്ടാ വലിയ ആളേക്കാരം. പക്ഷെ ഭാര്യക്ക് 10 പൈസക്ക് വില ഉണ്ടാവില്ല. അപ്പൊ ഒരു മനുഷ്യന്റെ സ്വഭാവം നന്നു എന്ന് പറയുന്നത് നാട്ടുകാരല്ല, സ്വന്തം ഭാര്യ പറയണം. കാരണം അവന്റെ ഹറക്കാത്ത് സക്കനാത്തുകൾ 100% അറിയുന്നത് സ്വന്തം ഭാര്യയാണ്. അപ്പൊ സ്വന്തം ഭാര്യ സ്വന്തം ഭർത്താവിനെ പറ്റി എപ്പോൾ നല്ലത് പറയുന്നുവോ ആ ഒരു സർട്ടിഫിക്കറ്റ് ആണ് യഥാർത്ഥത്തിൽ ഗുഡ് സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, സ്വഭാവ സർട്ടിഫിക്കറ്റ്. അല്ല, നാട്ടുകാർ ആരെ നമ്മളെ പറ്റിയിട്ട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അതുകൊണ്ടാണ് നബി പറഞ്ഞത് അന ഖിയാറുക്കും ലിഅഹ്ലി, ഞാൻ നിങ്ങളെക്കാളൊക്കെ എന്റെ ഭാര്യയോട് നന്നായി പെരുമാറുന്നതാണ്. കൃത്യമായി പറയും അല്ലാഹു റസൂൽ പറയാം, നിന്റെ ഭാര്യയോട് നീ നല്ല നിലയിൽ പെരുമാറും. ഫഇന്നഹുന്ന റിഫ്ഖൻ ബിൽ ഖവാരീർ, മറ്റൊരു ഹദീസ്. അവര് പളുങ്ക് പാത്രമാണ്, ഖവാരീർ കുപ്പിയാണ്, ഗ്ലാസാണ്, പൊട്ടിപ്പോവും, സൂക്ഷിക്കണം. ഒരു ഗ്ലാസ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവോ അങ്ങനെ കൈകാര്യം ചെയ്യണം. കൊറിയർ വരുമ്പോ, ലഗേജ് വരുമ്പോ, വിമാനത്തിൽ ലഗേജ് കയറ്റുമ്പോ അതിലൊക്കെ ഇങ്ങനെ ഒരു പൊട്ടിയ ഗ്ലാസിന്റെ ചിത്രം കൊടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാവും, ഗ്ലാസ് ആണ്, സൂക്ഷിക്കണം, തിരിച്ചമർച്ച് വെക്കരുതെന്നൊക്കെ നിർദ്ദേശങ്ങൾ ഉണ്ടാവും. കാരണം ഒരു ഗ്ലാസ് ഉള്ള ബോക്സ് കൈകാര്യം ചെയ്യുമ്പോൾ പുറത്തുനിന്ന് തന്നെ നേരെ കൈകാര്യം ചെയ്യണം. പൊട്ടിപ്പോവും, സാധ്യതയുണ്ട്. അതിന്റെ മെറ്റീരിയൽ അങ്ങനെയാണ്. അതുകൊണ്ട് ഒരു ഭാര്യയോട് പെരുമാറുമ്പോ പുരുഷൻ എന്ത് ചെയ്യണം? റിഫ്ഖൻ ബിൽ ഖവാരീർ, പളങ്ക് പാത്രമാണ് കേട്ടോ, പൊട്ടിപ്പോകും, സൂക്ഷിക്കണം, എപ്പോ വേണമെങ്കിലും വീണുടയാം, ബന്ധം എപ്പോഴും പിന്നെ നഷ്ടപ്പെടാം, പിന്നെ ബന്ധം മുറിയാം. അതുകൊണ്ട് റിഫ്ഖ, വളരെ സൗമ്യമായിട്ട് നിങ്ങൾ പെരുമാറും. തോറ്റുകൊടുക്കണം. ഏറ്റവും വലിയ രസകരമായ സംഗതികൾ, തോറ്റുകൊടുത്താൽ ജയിക്കുന്ന ഒരേ ഒരു ബന്ധം കുടുംബ ബന്ധമാണ്. തോറ്റുകൊടുത്താൽ വിജയമാകുന്നത്, എവിടെയും തോറ്റാ തോൽവിയാണ്. പന്തളിയിൽ തോറ്റാ തോൽവിയാണ്, ക്രിക്കറ്റിൽ തോറ്റാ തോൽവിയാണ്, പരീക്ഷ തോറ്റാ തോൽവിയാണ്. എന്നാൽ തോറ്റുകൊടുത്താൽ ജയിക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം അത് കുടുംബമാണ്. എത്രത്തോളം ഭർത്താവ് ഭാര്യന്റെ മുന്നിൽ തോറ്റുകൊടുക്കാൻ പറ്റുമോ അത്രത്തോളം കുടുംബം വിജയിക്കും. എത്രത്തോളം ഭാര്യ ഭർത്താവിന്റെ മുമ്പിൽ തോറ്റുകൊടുക്കാൻ പറ്റുമോ അത്രത്തോളം കുടുംബം വിജയിക്കും. മക്കളും ഒക്കെ അങ്ങനെ തന്നെയാണ്. പരസ്പരം തോറ്റുകൊടുക്കാൻ പഠിക്കണം എന്നാണ്. അതുകൊണ്ട് റിഫ്ഖൻ ബിൽ ഖവാരീർ, പൊട്ടിപ്പോകും. അല്ലാഹു പറയാ, വസ്തഹലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാഹ്, നിങ്ങൾ അവരുടെ ലൈംഗിക അവയവം ഉടമപ്പെടുത്തിയത് അള്ളാഹുവിന്റെ ശക്തമായ ഒരു വാക്ക് കൊണ്ടാണ്. നോക്കൂ, അല്ലാഹു തആല ഏറ്റവും വലിയ ശിക്ഷ പറഞ്ഞത് വ്യഭിചാരത്തിനാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടത്. എന്താ ഇപ്പൊ വ്യത്യാസം? കല്യാണം കഴിഞ്ഞാലും സംഗതി എന്താ വ്യത്യാസം? ഒന്നുമില്ല. 4 ആളെ മുമ്പിൽ വെച്ചിട്ട് എന്റെ മകൾ ഇന്നാളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു. ഓൻ പറഞ്ഞു, അത് ഞാൻ സ്വീകരിച്ചു. വലിയ ബന്ധമാണ്. ഒരു വലിയ ശക്തമായ ഒരു കരാറാണ്. ഏറ്റവും വലിയ കരാർ, വാക്കിന്റെ ഏറ്റവും വലിയ വില. വാക്കിന് വില ഉള്ളതാണ്. നമുക്കറിയാലോ, ഒരൊറ്റ വാക്കാണ് ഇന്ന് നടക്കുന്ന കേസ്. ആ പെമ്പറന്നോളം ഒരൊറ്റ വാക്ക് പറഞ്ഞാ മറ്റും പോയി തൂങ്ങി മരിച്ചു. അത് വേറെ വിഷയം. വാക്കിന് വലിയ വിലണ്ട്. അസ്ഥാനത്ത് ഉപയോഗിക്കാൻ പാടില്ല. ഏറ്റവും വലിയ ശിക്ഷ കിട്ടി, ഏറ്റവും വലിയ തെറ്റ് ചെയ്തോ രക്ഷപ്പെട്ടു. നമ്മുടെ നാട്ടിൽ പറയുമ്പോ പറയാം, ഏറ്റവും വലിയ തെറ്റ് ചെയ്ത ആൾ രക്ഷപ്പെട്ടു. ഓനഞ്ഞി ഇവിടുന്ന് ദുന്യാവിഷിക്ക. ആ തെറ്റിന് പ്രേരിപ്പിച്ചവരാണ് ഇന്നും പത്രത്തില് ശിക്ഷ വേണോ വേണ്ടേ, വിധി എന്താന്ന് ആലോചിച്ച് നടക്കുന്നത്. അപ്പൊ പരലോകം വേണം. പരലോകത്തെ അതൊക്കെ നടക്കുള്ളൂ, അത് വേറെ കാര്യം. എന്തു പറഞ്ഞാലും വാക്കിന്റെ വിലങ്ങൾ ആലോചിച്ച് നോക്കൂ. വാഹദനമിങ്കും മീസാക്കാൻ കഴിയില്ല. ആ ഒരൊറ്റ വാക്ക് കൊണ്ടാണ് നിങ്ങൾ ഇന്നും ഭാര്യ ഭർത്താക്കന്മാരായി സല്ലപിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വസ്തഹലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാഹ്, അല്ലാഹുവിന്റെ കലിമത്താണ്. അല്ലാഹ് പറഞ്ഞ മീസാക്കാൻ ഖലീലാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണേ, പൊട്ടിപ്പോകരുതേ. നീ ഭക്ഷിച്ചാൽ അവൾക്കും ഭക്ഷണം കൊടുക്കണം. ചില ആളുകളുണ്ടാവും അങ്ങനെ.
മൂപ്പരെല്ലാ കല്യാണത്തിനും നടന്ന് ബിരിയാണി അടിക്കും. ഇവിടേക്ക് ഒരു കോഴിക്കുട്ടിനെയും കൂടി വാങ്ങിക്കൊണ്ടിരില്ല. അങ്ങനെ ചില കുടുംബനാഥന്മാരൊക്കെ ഉണ്ട്. ദിവസം എല്ലാ കല്യാണവും നിശ്ചയവും അടിയന്തരവും രാവിലെയും വൈകുന്നേരം ഒക്കെ ഉണ്ടാവും. പക്ഷെ കുടുംബത്തിനെ അത് ശ്രദ്ധിക്കുകയില്ല. നീ ഭക്ഷിക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് ഭക്ഷണം കൊടുക്കണം. കല്യാണം കഴിഞ്ഞ കുട്ടികൾ ശ്രദ്ധിക്കണം. രാത്രി 11 മണിക്കും 12 പോയിട്ട് ഷവർമി ഷവായി ഹോട്ടലൊക്കെ നിറച്ചുണ്ട്. പക്ഷേ ഭാര്യമാര് ശ്രദ്ധിക്കണം. നിങ്ങളൊക്കെ ഭക്ഷിക്കുമ്പോ ചിലതൊക്കെ ഒന്ന് ഒരു വെറൈറ്റിയിൽ കഴിക്കാൻ ആഗ്രഹം അവർക്കുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാഹു റസൂല എത്ര കൃത്യമാണ്. നീ ഭക്ഷിക്കുന്നുണ്ടെങ്കിൽ അവൾക്കും ഭക്ഷണം കൊടുക്കണം. നീ ധരിച്ചാൽ അവൾക്കും ധരിപ്പിക്കണം. നിന്റെ ചെലവില് അവൾക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കണം. നിനക്ക് നല്ല ഡ്രസ്സ് ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഭാര്യക്കും ഡ്രസ്സ് എടുക്കാൻ താല്പര്യങ്ങളുണ്ടാവും. പൈസ കൊടുക്കണം, എടുത്തു കൊടുക്കണം. അതുപോലെ തന്നെ ഒരിക്കലും ഭാര്യയുടെ മുഖത്തടിക്കരുത്. അല്ലാഹു റസൂലിന്റെ കൽപ്പന. ഭാര്യയുടെ മുഖത്തടിക്കരുത്. മുഖം അടിക്കാനുള്ളതല്ല, ഉമ്മ വെക്കാനുള്ളതാണ്. പിശാചിന്റെ പണിയാണ്. എന്താ പിശാചിന്റെ പണി? പകല് പിശാച് തമ്മില് ദ്രോഹിക്കും. രാത്രിയായാൽ അവർ തമ്മില് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും. രാത്രിയും പകലും മുഴുവനും കച്ചറ. എല്ലാം നിലക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അടിയും പിടിയും. രാത്രി ഒന്നിച്ചു കിടക്കും. എന്തൊരു മോശമാണ്. അതിലുണ്ടാണ് കുട്ടികൾക്ക് എങ്ങനെ ബർക്കത്തുണ്ടാകുക. അപ്പൊ ആലോചിച്ചു നോക്കൂ. അവിടെ അല്ലാഹു റസൂൽ പറയാം, മുഖത്തടിക്കരുത്. അതുപോലെ വലാത്ത ഹുജുർഹ ഇല്ലാ ഫിൽ മലാജി. എന്തെങ്കിലും തമ്മ് തെറ്റിയാൽ കിടപ്പറയിൽ നിന്ന് മാത്രം മാറ്റി കടത്താനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു കിടക്കാനേ പറ്റുള്ളൂ എന്നാണ്. ജൻഡോട് കൊയ്ക്കോന്ന് പറയാൻ പാടില്ല. ജൻഡോട് കൊയ്ക്കോന്ന് പറയാൻ പാടില്ല. ഞാൻ എന്റെ അടുത്ത് കടക്കൂല എന്ന് പറയാൻ പാടില്ല. ഒരുപാട് വീടുകളിൽ ഇന്ന് ഒരു 50-60 വയസ്സായ വാപ്പ ഒരു ഭാഗത്ത്, ഉമ്മ ഒരു ഭാഗത്ത്. വാപ്പാനൊരു മകൻ കൊണ്ടുപോകും, ഉമ്മാനെ വേറൊരു മകൻ കൊണ്ടുപോകും. മക്കൾക്ക് നല്ല ഇതുണ്ട്. അപ്പൊ ഒരു വിചാരിക്കും ഇതിലാർ നല്ലത് വൃദ്ധസദനാണ്. 2000-ഓളം ആളുകളാണ് കേരളത്തിൽ വൃദ്ധസദനത്തിലുള്ളത്. 360-ഓളം വൃദ്ധസദനങ്ങളുണ്ട്. അവിടെയൊക്കെ ഓരോരുത്തരോട് ഇന്റർവ്യൂ നടത്തുമ്പോൾ നമുക്കറിയാൻ പറ്റും എന്തുകൊണ്ട് അവർ പോകുന്നു എന്നുള്ളത്. മക്കള് പാപ്പാനിമാർ അവര് മരിക്കോളം ഒന്നിച്ച് കിടക്കട്ടെ, ഒന്നിച്ച് ജീവിക്കട്ടെ. അവർക്കും ശാരീരികമായി അവശത ഉണ്ടെങ്കിലും അവർക്കൊക്കെ മാനസികമായിട്ടൊരു അടുപ്പമുണ്ട്. അതുകൊണ്ട് കിടപ്പറയിലല്ലാതെ മാറ്റി കിടത്തരുതെന്ന് പറഞ്ഞാൽ തിരിഞ്ഞു കിടക്കണം എന്നാ പറഞ്ഞു. ഒരേ റൂമില് തിരിഞ്ഞു കിടക്കണം എന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുക. ഏറിയ തെറ്റി അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ വല്ലാതെ തെറ്റ് കൂടുതലുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, കട്ടുമ്മയും അതുപോലെ തന്നെ താഴത്തുമായിട്ട് കിടക്കാം. അതിനും വിരോധമല്ല. അത് ഇൻഷാ അല്ലാഹ് ത്വലാഖിന്റെ ഭാഗം വരുമ്പോൾ ഞാൻ പറഞ്ഞു തരട്ടെ. ഇതൊന്നും വേർപെട്ടു പോകാനല്ല, എങ്ങനെയെങ്കിലും ബന്ധം പുനഃസ്ഥാപിക്കാൻ. അതുകൊണ്ട് മുഖത്തടിക്കരുത്. അതുപോലെ തന്നെ കൃത്യമായിട്ട് ഭക്ഷണം കൊടുക്കണം. അതുപോലെ തന്നെ അവൾക്ക് വസ്ത്രം കൊടുക്കണം. മുഖത്തടിക്കാൻ പാടില്ല. മുഷാവറ ചെയ്യണം. ഭാര്യയുമായി കൂടിയാലോചിക്കണം. അല്ലാഹു റസൂലിനൊരു മടി ഉണ്ടായിട്ടില്ല. ചിലപ്പോ നല്ല അഭിപ്രായങ്ങൾ കിട്ടും. ഭാര്യമാരോട് ചോദിച്ചാൽ നല്ല അഭിപ്രായം കിട്ടും. തെളിവ് ഹുദൈബിയ സന്ധി നടക്കുമ്പോ ഇവരാരും ഉംറ ചെയ്യാൻ അയച്ചില്ല, ശത്രുക്കൾ. അപ്പോ സഹാബികൾ പറഞ്ഞു, ആ സന്ധ്യൊക്കെ എഴുതിയില്ലേ, അതൊക്കെ എഴുതിയത് വലിയ പ്രശ്നമാണ്. അതൊക്കെ ഇസ്ലാമിലുണ്ട്, ആരും പറയില്ല. ഇസ്ലാമില് ചില തീവ്രതകൾ മാത്രമാണ് ആളുകളുടെ മുമ്പിൽ കാണിക്കുക. ഏത് മുഹമ്മദ് റസൂലാന്നുണ്ടെങ്കിൽ ഇത് വേണ്ടല്ലേ, വെട്ട് മിൻ മുഹമ്മദ് ബിൻ അബ്ദില്ലാന്ന് ഏത് ഒക്കെ നബി സംഭവിച്ചു, ഒക്കെ നബി സമ്മതിക്കാൻ. റസൂലുള്ളാന്ന് എഴുതാൻ പാടില്ല. എന്നാ അവിടെ തർക്കമില്ലല്ലോ. ഈ ഒരാള് ശത്രുവിൽ നിന്ന് ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് പറഞ്ഞേക്കണം. എന്നാൽ നിങ്ങളിൽ നിന്ന് ഒരാൾ ശത്രുക്കളുടെ ഭാഗത്തേക്ക് വന്നാൽ ഞങ്ങൾ പറഞ്ഞേക്കൂല, അതൊക്കെ സമ്മതിക്കാം. അപ്പോഴാ ഉമർ ഖത്താബ് പറഞ്ഞ, നബിയെ നിങ്ങൾ റസൂല, നിങ്ങൾക്ക് ഉറപ്പല്ലേ? എനിക്ക് ഉറപ്പാണ്. പിന്നെ എന്തിനാ നിങ്ങൾ ഇതിനൊക്കെ മെനക്കെടുന്നത്? അങ്ങനെ ചില തീവ്രത, വൈകാരികത. ആ ഹുദൈബിയ സന്ധിയുണ്ട്, അതൊന്നും പുറത്തേക്ക് കേൾക്കൂല. ആലോചിച്ചു, വെറും ജിഹാദ് മാത്രമേ കേൾക്കുള്ളൂ. ആ സന്ധിയിൽ വെച്ച് അവസാനം പിരിഞ്ഞു പോകാൻ പറഞ്ഞപ്പോ എല്ലാവർക്കും ഒരു വൈമനസ്യം, പിരിഞ്ഞു പോണില്ല. എന്ത് ചെയ്യും? നബിക്ക് വലിയ പ്രയാസം. അപ്പൊ വഹി ഇറങ്ങുന്നല്ല ചെയ്തത്. നബി പോയിട്ട് തന്റെ ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയോട് പറയാ, പിന്നെ ആരും പിരിഞ്ഞുമില്ല, എന്താ പൊഞ്ഞി ചെയ്യാ? ഉമ്മു സലമ പറഞ്ഞു, നിങ്ങളൊന്നാണ് മുടി കളഞ്ഞു നോക്കാണേ. അങ്ങനെയല്ലോ ഉംറക്ക് പോകാൻ പറ്റില്ല, മുടി കളഞ്ഞു പോവാ. നിങ്ങളൊന്നാണ് മുടി കളഞ്ഞു നോക്കാണേ, എന്നാ ഒക്കെ പോയിക്കോളൂ. ഒരൊറ്റ അഭിപ്രായമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി കളഞ്ഞു.
എല്ലാവരും മുടി കളഞ്ഞു, പിരിഞ്ഞുപോയി. ഒരൊറ്റ ഭാര്യയുടെ, ഒരു പെണ്ണിന്റെ ഒരു വാക്കാണ്. ഒന്ന് പ്രാക്ടീസ് ആക്കി നോക്കി. ചിലപ്പോ കുടുംബത്തില് നമ്മളൊന്നും ചിന്തിക്കാത്ത ചില അഭിപ്രായങ്ങൾ ഭാര്യമാരിൽ നിന്ന് കിട്ടുന്നതാണ്. അതുകൊണ്ട് ഇസ്ലാമിൽ കൂടിയാലോചനക്ക്, കമ്മിറ്റിയാണെങ്കിലും കുടുംബമാണെങ്കിലും ഒക്കെ കൂടിയാലോചനക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഞാൻ പറയലുണ്ട്, അല്ലാഹു തആല ആദം നബിനെ സൃഷ്ടിക്കുമ്പോൾ മലക്കുകളോടൊന്ന് കൂടിയാലോചിച്ചിട്ടാണ് ആദം നബിനെ സൃഷ്ടിച്ചിട്ടുള്ളത്, അല്ലേ? അള്ളാഹ്ക്ക് എന്തിനാ അതിന്റെ ആവശ്യം? എന്നാലും മലക്കളെ വിളിച്ചോട്ട് ചോദിച്ചു, ഞാനിങ്ങനെ ഒന്നിനെ പടക്കാൻ പോകണ്ട, എന്താ നിങ്ങളെ അഭിപ്രായം? വേണ്ട ഒറ്റൊന്നും വേണ്ട, ഞങ്ങളുണ്ട് ഇവിടെ, നിങ്ങൾ എന്തിനാ ഇനി വേറെ ഉണ്ടാക്കി പോയിട്ട് ഇവിടെ ബുദ്ധിമുട്ടുണ്ടാക്കി? എല്ലാരും എതിര് പറഞ്ഞപ്പോഴും അള്ള പറഞ്ഞു, ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. അത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ചിലപ്പോ നമുക്ക് അങ്ങനെ തോന്നാം, നമ്മുടെ ഉമ്മരത്ത് തെങ്ങ് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും ഒന്ന് ചോദിക്കപ്പെടും. ഓള് പറയും വേണ്ട, എന്നാലും വേണമെങ്കിൽ ഓർന്ന് വെക്കാം. ശല്യം ഉണ്ടാവുമ്പോ അപ്പൊ എന്താ ചെയ്താൽ മതി. എന്നാലും ഒന്ന് ആലോചിക്കണോണ്ട് എന്താ പ്രശ്നം? ആലോചിക്കണം. അള്ളാഹുവിന്റെ റസൂൽ മാതൃക കാണിച്ചിട്ടുണ്ട് പ്രതിസന്ധി ഘട്ടത്തിൽ. കാരണം ചിലപ്പോ നല്ല അഭിപ്രായം കിട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരൊറ്റ പെണ്ണിന്റെ തീരുമാനമാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം മുഴുവൻ. ഒരു പെണ്ണിന്റെ തീരുമാനം. ഇസ്ലാമിൽ അങ്ങനെ പെണ്ണുങ്ങളെ രണ്ടാമതാക്കി വിട്ടിട്ടൊന്നുമില്ല. എന്താ തീരുമാനം? കുട്ടികളെ കൊല്ലണം. ആരാ പറഞ്ഞത്? സ്വന്തം ഭർത്താവ്. ജനിക്കുന്ന ആൺകുട്ടികളെ മുഴുവൻ കൊന്നുകളയണമെന്നാണ്. ബനൂ ഇസ്രായേലിലെ ജനിക്കുന്ന ആൺകുട്ടികളെ മുഴുവൻ കൊന്നുകളയണം. അപ്പോ ഇസ്രായേലിൽ പരാതിയിട്ട് വന്നു, അങ്ങനെ കൊന്നുകളഞ്ഞാൽ നമുക്ക് ജോലിക്ക് പോകാൻ ആളുണ്ടാവില്ലോ, ഇവിടെ ആളുകൾ വേണ്ട ജോലിക്ക്. അപ്പൊ പറഞ്ഞ ഒരു കൊല്ലം ജനിക്കുന്ന കുട്ടികളൊക്കെ കൊന്നുകളയാ, അടുത്ത കൊല്ലം ജനിക്കുന്ന കുട്ടികളൊക്കെ ജീവിച്ചോട്ടെ. അങ്ങനെ കൊന്നു കളയണ്ടാത്ത കൊല്ലത്തിൽ ജനിച്ച ആളാണ് ആര്? ഹാറൂൻ അലൈഹിസ്സലാം, അല്ലെ? മൂസാ നബി ഹാറൂനെ വിടണം എന്ന് പറഞ്ഞില്ലേ? ഹാറൂൻ എങ്ങനെ ജീവിച്ച്? കൊന്നിട്ടില്ല. ഹാറൂനെ കൊല്ലാതിരിക്കാൻ കാരണം ആ കൊല്ലത്തിലെ കുട്ടികളൊന്നും കൊല്ലൂലെന്നാണ്. രണ്ടാമത് ജനിക്കുന്ന കൊല്ലത്തിലെ കുട്ടികളെ മുഴുവൻ കൊല്ലണം. അപ്പോഴാണ് മൂസാ നബി ജനിക്കുന്നത്. ആ മൂസാ നബിനെ കൊല്ലണ്ടാന്ന് പറഞ്ഞത് ആരാന്നറിയോ? ഫിർഔന്റെ സ്വന്തം ഭാര്യയാണ്. ഫിർഔന്റെ സ്വന്തം ഭാര്യ. വല്ലാത്തൊരു അഭിപ്രായമാണ്. ഏത് കിങ്കരന്റെയും അഭിപ്രായം മാറ്റാനുള്ള കഴിവ് അള്ളാഹു തആല പെണ്ണുങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചില പോയത്തക്കാര് ഭർത്താക്കന്മാരത് മനസ്സിലാക്കാതെ പോയി. നമ്മൾ പറഞ്ഞ മാതിരി പേറ്റിനും ചോറ്റിനുള്ള യന്ത്രാന്ന് മനസ്സിലാക്കി. 24 മണിക്കൂർ പിന്നെ അടുക്കളയില് ജോലി ഉണ്ടോ? ജോലിയൊന്നുമില്ല. പിന്നെ ജോലി ആയിരിക്കാം, അത് എനിക്ക് ഗവൺമെന്റ് ജോലി. ഓൾക്കൊരു ജോലിയില്ല. പാവം വെറുതെ നേരം നമ്മൾ തോന്നിയ ഓളം കടന്നുറങ്ങാന്നാ തോന്നുന്നു കേട്ടാ. ഓൾക്കാണ് ജോലി, അവൾക്കാണ് ജോലി. അത് അംഗീകരിക്കാൻ ചില പോയത്തക്കാര് ഭർത്താക്കന്മാര് തയ്യാറാവില്ല. അതുകൊണ്ട് തന്നെ പരാജയപ്പെടും. എന്തുണ്ടായത്? ലാ തഖ്തുലൂ. ആ കുട്ടി ഇങ്ങനെ കിട്ടിയപ്പോ ആൺകുട്ടിയാണ്, കൊന്നുകളയണം തീരുമാനിച്ചിട്ടുണ്ട്. സർക്കാർ നിയമമാണ് കൊന്നുകളയണം എന്നുള്ളത്. പക്ഷേ സ്വന്തം ഭാര്യ പറഞ്ഞു, ലാ തഖ്തുലൂ അസാ അയ്യൻഫഅനാ ഔ നത്തഖിദുഹു വലദാ. ഇതൊന്നും ഖുർആനിൽ വെറുതെ പറഞ്ഞല്ല. കൊന്നു കളയണ്ട, നമുക്കൊരു കുട്ടിയായിട്ടേലും കൊണ്ടുനടക്കാം, നമുക്ക് ഏതായാലും കുട്ടികളില്ലല്ലോ. ആ കുട്ടിയാണ് മൂസാ നബി അലൈഹി ഇസ്ലാം. ഒരു ചരിത്രത്തിന്റെ തുടക്കം ഒരു പെണ്ണായിരുന്നു. അതുകൊണ്ട് ബന്ധം ഒരിക്കലും മുറിയാത്ത ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന, എപ്പോൾ വേണമെങ്കിലും മുറിഞ്ഞു പോകാവുന്ന ബന്ധത്തെ സൂക്ഷിക്കാൻ അല്ലാഹു തആല പുരുഷന്മാരോടാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് റിജാലു ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫല്ലല്ലാഹു ബഅദഹും അലാ ബഅദ് വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. അവരുടെ സമ്പത്തിൽ നിന്ന് ചെലവഴിച്ചതിന്റെ പേരിലും പ്രകൃതിയാൽ അവർക്കുള്ള ശാരീരിക പ്രകൃതിയിലും എന്ന് അല്ലാഹു പറയാൻ കാരണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലി വസല്ലിം അലാ ഖാതിമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ബഹുമാനരെ, ആയത്തിന്റെ രണ്ടാം വശം സ്ത്രീകളെ പറ്റിയാണ്. വൽ ഖാനിത ഫസ്സാലിഹാതു ഖാനിതാതുൻ ഹഫിളാതു ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് വിശദീകരിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി ഖാദിൽ ഹാജാത്ത്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാക അഅദാഅദ്ദീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുമ്മ ഷ്ഫി അംറാദനാ വമർളൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ ഷ്ഫി
أمراضنا ومرضى المسلمين اللهم اشف أمراضنا ومرضى المسلمين اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم